ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ മൊമെന്റ്സ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആവേശപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ പ്രസക്ത ഭാഗങ്ങൾ വീണ്ടും. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ. സാഗരമേ ശാന്തമാകനീ. നമ്മുടെ 21 കുട്ടികളിൽ നിന്ന് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ 12 കുട്ടികളാണ്. നിങ്ങൾ കണ്ടതാണ് ആരൊക്കെയാണെന്ന്. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ 21 പേരും നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. പക്ഷേ നമുക്ക് ഈ 1, 2, 3, 4, 5 സ്ഥാനങ്ങൾ അല്ലേ, 4 സ്ഥാനം അല്ലേ, 3 സ്ഥാനം ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെലക്ഷൻ പ്രോസസ്സ് വളരെ അനിവാര്യമാണ്. അതിനൊരിക്കലും ഞങ്ങൾ എലിമിനേഷൻ എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല. ആർക്കും സങ്കടം വരാത്ത രീതിയിൽ ഉള്ള ഒരു പ്രോസസ്സ്, ഒരു സെലക്ഷൻ പ്രോസസ്സാണിത്. സ്നേഹപൂർവ്വം ഞാൻ ശ്രീ M. ജയചന്ദ്രൻ, എൻ്റെ പൊന്നനിയനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. It has been an extremely enjoyable journey with Flowers Top Singer. ഏറ്റവും അധികം ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഡയറക്ടർ സിന്ധുവിൻ്റെ സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിലും, എനിക്ക് മാത്രമല്ല ചേട്ടനുമാണ്. പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീമാറേട്ടനാണ്. ഈ കാലഘട്ടത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ് മധു ബാലകൃഷ്ണൻ. അപ്പോൾ വളരെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു ശ്രീ മധു ബാലകൃഷ്ണൻ. എന്തായാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഭാഗ്യമായി കരുതുകയാണ്. പ്രഗത്ഭന്മാരായ ശ്രീ കുട്ടൻചേട്ടൻ്റെയും കൂടെ എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇതൊരു കോമ്പറ്റീഷൻ ആണെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു വലിയൊരു ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ പിഷാരടി അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയത്തില്ല, ചിരിച്ചോണ്ടേയിരിക്കാം എപ്പോഴും. പ്ലീസ് പിഷാരടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം മധു ചേട്ടാ. മത്സരത്തെക്കുറിച്ചും പരിപാടിയെക്കുറിച്ചും എല്ലാം ഇവർ ധാരാളമായി പറഞ്ഞു കഴിഞ്ഞു. 1999 ഒരു ഓണത്തിനാണ് ആദ്യമായി ഞാൻ TV യിൽ വരുന്നത്. 20 വർഷങ്ങൾക്കിപ്പുറം
അതൊരു 20 മിനിറ്റ് പ്രോഗ്രാമിൽ 5 മിനിറ്റാണ് വന്നതെങ്കിൽ ഇന്ന് ഒരു 24 മണിക്കൂറിൻ്റെ ഭൂരിപക്ഷം സമയവും വരാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇവിടെയുള്ള വലിയ വർത്തമാനങ്ങൾക്കല്ല, ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന പാട്ടുത്സവത്തിനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്നത് മറ്റാരെയല്ല, ഇദ്ദേഹത്തിൻ്റെ മോളെയാണ് വിളിക്കുന്നത്. ഒരു 100% ഇന്നസെൻസ് ആ കുട്ടിക്ക് ഉണ്ട്. ആ ഇന്നസെന്റ് ഫേസിനെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ മീനൂട്ടി. Welcome to Confident Group presents Unitaste Masala's Flowers Top Singer Mega Marathon Grand Finale. Powered by Josco Jewelers, Byju's Keep Learning, RKG Give Phone Pay, Chakra Furnitures, Sunidra Mattress and Mary Boy Ice Creams. Official digital partner Lesago app. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. അപ്പൊ രമേശ് ചേട്ടാ വന്ന സർപ്രൈസ് അങ്ങ് തുറന്നു വിട്ടോ? പൊട്ടിച്ചു പറഞ്ഞോട്ടെ? പിന്നെ പറഞ്ഞോ, വിളിച്ചോട്ടെ. വിളിച്ചോ, ഇങ്ങോട്ട് വായോ. മീനൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു സർപ്രൈസ് ആണ് ഈ പരിപാടിയുടെ ഒരു മാരത്തോൺ ഫിനാലെ. ഒരുപക്ഷെ മലയാളികൾക്ക് കണ്ട് ശീലമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മത്സരത്തിന്റെ സ്വഭാവം കൊടുക്കാതെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ വേണ്ടത്? ലൈറ്റർ ആയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇതിരി തമാശകളൊക്കെ വേണം. അങ്ങനെ നല്ല തമാശയും ചിരിയും കളിയൊക്കെ ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ഈ പരിപാടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മലയാളത്തിൽ ഒരു പക്ഷേ ഇന്നോളം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ നാൾ ഓടിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു തമാശ സിനിമയാണ്. ആ സിനിമയുടെ പേര് ഗോഡ് ഫാദർ എന്നാണ്. ആ സിനിമയിലെ നായകൻ, തമാശ ചിത്രങ്ങളുടെ രാജകുമാരൻ, ഇപ്പോൾ ജനനായകനായൊക്കെ ഇരിക്കുന്ന മലയാള സിനിമയിൽ ഏകദേശം 3 പതിറ്റാണ്ടിലധികം നിറസാന്നിധ്യമായി നിൽക്കുന്ന, എനിക്കും നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആ അഭിനേതാവിനെ, ആ നായകനെ, ആ താരത്തെ ഞാൻ ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മുകേഷ് ഏട്ടൻ. ചേട്ടാ, കുറെ നാളായി കണ്ടിട്ട്. പിഷാരടിയായിരുന്നു? അതെ. നീ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടല്ലോ മോനെ. പഴയ പോലെ പരിപാടി കമ്മിറ്റിക്കാരെ പറ്റിച്ചുള്ള തീറ്റയൊന്നും ഇല്ലല്ലോ, അതിൻ്റെതായ കുറവുണ്ടാവും. അപ്പോൾ ചേട്ടനും കൂടെ വന്നപ്പോൾ കൂടുതൽ സന്തോഷം. ഞാനിപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവിടെ ഉള്ളത് കുഞ്ഞു കുട്ടികളാണ് പാടാൻ വരുന്നത്. ചേട്ടൻ കാണാറുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞു. ഈ പിള്ളേർക്കൊക്കെ ടെൻഷൻ കുറയ്ക്കണമെന്നാണ് ചേട്ടനെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത്. ചേട്ടൻ എങ്ങനെയാണ് ഇവരുടെ ടെൻഷൻ കുറയ്ക്കാൻ പോകുന്നത്? നമ്മള് ഈ ടെൻഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ എളുപ്പമാണ്. അപ്പൊ ആദ്യം ഒന്ന് കൂട്ടും, എന്നിട്ട് പിന്നെ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലാതെ കഥകളൊന്നുമില്ല. കഥകളൊക്കെ വരും. അതിപ്പോ നമുക്ക് ടെൻഷൻ കൂട്ടുന്നതാണോ കുറയ്ക്കുന്നതാണോ നമുക്കിപ്പോ പറയാനൊക്കത്തില്ല. നമസ്കാരം മുകേഷ് ഏട്ടാ. നമസ്കാരം. വളരെ വളരെ സന്തോഷം മുകേഷ് ഏട്ടനെ ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. എന്തായാലും ഇന്നത്തെ ഈ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ പൊടിപൊടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോൾ. നമ്മൾ രണ്ടുപേരും കൂടെ ഏതാണ്ട് ഓടാൻ പോകുന്നവരാണല്ലോ ഇവര് പറയുന്നത്. നമസ്കാരം മുകേഷേ. നമസ്കാരം. മുകേഷ് എന്താണ് പറയുന്നത്, ഞങ്ങളുടെ എല്ലാം എന്ന് പറയാ, ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ വളരെ സ്നേഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടോപ്പ് സിംഗർ കുട്ടികളുടെ. അപ്പോൾ കുട്ടികളുടെ ഈ ഷോയിൽ വരുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് എ ലോട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 2, 3, 4 വരി പാട്ട് അത് പാടിയതിന് ശേഷം ഇങ്ങോട്ട് കയറിയാൽ മതി. മുകേഷ് എന്നെ MLA എന്നെ, പക്ഷെ ഒരു പാട്ടം കൊണ്ട് പാടിയ അഥവാ ഏറ്റില്ലെങ്കിൽ അത് കോമഡിയാന്ന് പറയാം, ഏറ്റ പാട്ടാന്ന് പറയാം. നേരത്തെ പറഞ്ഞ ഫോർമുല കറക്റ്റ് ആണ്. ടെൻഷൻ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് കുറയ്ക്കാം. മുകേഷടാ, പാടിയിട്ട് പിന്നെയാണ് ഈ സീറ്റിലിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു നയം. പാട്ട് മോശമായ ആണെങ്കിൽ കസേര മാറ്റുവോ? കസേര അപ്പം നമുക്ക് ആലോചിക്കാം.
ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലക്കാവുകളിൽ നല്ലകളിലൂയലാടും തെന്നലേ തെന്നലേ അല്ലിമലക്കാവുകളിൽ വള്ളകളിലൂയലാടും തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ 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 തെന്നലേ. ഡേയ് മുകേഷ് ചേട്ടൻ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണോ ഇത്രയൊക്കെ പേടിച്ചിരുന്നത്? അന്ന് പോയപ്പം പറഞ്ഞ് എവിടെയെങ്കിലും വെച്ച് ഞാനൊരു പണി തരുമെന്ന്. അല്ല, കുട്ടികളുടെ ടെൻഷൻ മാറ്റാനും പറഞ്ഞ് വന്ന ആളാ പാട്ട് തുടങ്ങിയപ്പോൾ ചേട്ടന് ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ഗാനമേള ഉണ്ടായിരുന്നു, എല്ലാം അടഞ്ഞിരിക്കുകയാണ്. എന്തോ ഞാൻ ആദ്യമായിട്ട് മുകേഷ് ചേട്ടനെ കണ്ട് ആ ഒരു സമയം ഞാനിങ്ങനെ ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവരായ മാസ്റ്ററുടെ കൂടെ ഈ എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ് നടക്കുകയാണ് തരങ്കിണി സ്റ്റുഡിയോയിൽ. അപ്പോൾ ദേവരായ മാസ്റ്ററെ കാണാനായിട്ട് മുകേഷ് ചേട്ടൻ ആ സമയത്ത് വന്നു. മുകേഷ് ചേട്ടനെ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയാണ് സാക്ഷാൽ മുകേഷ് ചേട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ പാട്ട് പ്രത്യേകിച്ചും മാസ്റ്ററുടെ അല്ലേ, അപ്പോൾ അതും കൂടെ കോർത്തിണക്കിയപ്പോൾ ശരിക്കും ആ ഓർമ്മകൾ വന്നു മുകേഷ് ചേട്ടൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെ വന്നിട്ട് ഒരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. മുകേഷ് ചേട്ടാ, we welcome you to Top Singer. കമലങ്ങളുടെ നമ്മൾ എന്ന് പറയുന്ന മൂവിയിലൂടെ മലയാളികളുടെ മുന്നിലേക്ക് എത്തി പ്രേക്ഷക മനം കീഴടക്കിയ നമ്മുടെ സ്വന്തം ഭാവന ചേച്ചി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച മലയാളത്തിന്റെ പ്രിയ നായികയ്ക്ക് കുട്ടിക്കുറുമ്പുകളുടെ സംഗീത പോരാട്ടത്തിലേക്ക് മെഗാ മാരത്തോൺ ഫിനാലയിലേക്ക് സ്നേഹസ്വാഗതം. മീനാക്ഷി, ഹായ്. ഇത് എത്ര ഭാവനയാ ഇത്? അതെ, ചുറ്റും ഭാവന ഓ, എന്റെ പോലും ഇത്ര കളക്ഷൻ. ഭാവന സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഇപ്പൊ എവിടാണ് സ്റ്റേ? ഞാന് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. ഹസ്ബൻഡ് ഒക്കെ ബാംഗ്ലൂരാണ്. എത്ര അപ്പൊ ബാംഗ്ലൂർ ആണെങ്കിൽ എത്ര നാൾ കൂടുമ്പോ കേരളത്തിലേക്ക് വരും? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അമ്മേനെ മിസ് ചെയ്യുമ്പോ ഞാൻ വരും. പെട്ടെന്ന് 2 കവിത ചേട്ടൻ ഭാവനെ കണ്ടപ്പോ എനിക്ക് ഇതാണ് തോന്നുന്നത്. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്തം മമ സ്വാന്തം ശ്രാന്തമമ്പരം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേട്ടോ. അല്ല, ഇത്ര സിമ്പിൾ ആയി പറഞ്ഞോണ്ട് മനസ്സിലായി. ഒരു തവണയും കൂടെ പറഞ്ഞേ, അതൊന്നോട് പറഞ്ഞ ചേട്ടാ. അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. മറ്റേ ആദ്യം പറഞ്ഞത് ആയുർവേദ മരുന്ന് കടയിൽ ലിസ്റ്റ് കൊടുത്ത പോലെ ആയിപ്പോയി. ശ്രാന്ത നമ്പർ 500, ക്രാന്തദൃഷ്ടി 300 എന്നൊക്കെ പറഞ്ഞു കൊടുത്ത പോലെ ആയിപ്പോയി. ഒരു സംഭവമില്ല. എം ജി എണ്ണ പാട്ട് പഠിപ്പിക്കൂലേ? എം ജി എണ്ണ അത് ഇരിക്കട്ടെ, അങ്ങോട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ശാസ്ത്രീയ സംഗീതം ഉണ്ടല്ലേ, ഇപ്പൊ തന്നെ തുടങ്ങണോ? ഒരു തുടക്കം, ഒരു വാമപ്പ്. ഇവിടെ അങ്ങോട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 2 സ്വരം പാടും. ഇപ്പൊ തന്നെ പിടിച്ചോ. സരിഗ സരിഗ അയ്യേ, സരിഗ. എനിക്ക് എന്റെ വോയിസ് സരിക എന്ന് പറയുന്ന ആലോചിച്ച് എനിക്ക് എന്റെ ചിരി വരുന്നത്. അല്ല, ട്രൈ ചെയ്യൂ കുട്ടി. സരി സരി ഗ മ പ. ഇത്രേ കാണുള്ളൂ. അപ്പോഴത്തേക്ക് മലയാളികള് ഒരു അടുത്ത മധുചേട്ടൻ ഒരു ഹമ്മിങ് കൂടെ കൊടുക്കും. അല്ല വേണ്ട വേണ്ട, അല്ലെങ്കിൽ വേണ്ട, വേറൊരു കാര്യം ചെയ്യാം. ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞു. എനിക്ക് വെൺചന്ദ്രലേക്ക് ഒരു അപ്സര സ്ത്രീ കാണാം.
വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ. ഇതൊക്കെ കയ്യിൽ ഒരു ഒത്തുകളി മണക്കുന്നു. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ്. ലേഖയൊരു അപ്സര സ്ത്രീ എന്ന് പറയുന്ന പാട്ട് എം ജി അണ്ണനെ കൊണ്ട് തന്നെ പാടിക്കേണ്ട ആവശ്യം അതിനകത്തില്ല. അതിനൊക്കെ നമ്മൾ ഇതൊക്കെ കുറെ കണ്ടതാണ്. സമ്മതിച്ചിരിക്കുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ ഒരിക്കലും ഇത് മോളിപ്പാട്ട് പാടുന്ന ഒരാൾ ഇമാജിൻ ചെയ്യും. ഞാൻ വെറുതെ ഇതൊക്കെ പാടുമ്പോ എല്ലാവരും എം ജി അണ്ണൻ വെണ്ണില്ലാതെ വീട്ടിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത്. ട്രിം ചെയ്ത് കളഞ്ഞൊരു അങ്ങനെ പാടുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത്. എനിവേ ഭാവന, നമ്മുടെ ഈ ഫിനാലയുടെ 2ാം ഘട്ടത്തിലേക്ക് ഫുൾ ടീമിന്റെ വക സ്വാഗതം പറയുന്നു. താങ്ക് യു. ഈ ഗ്രാൻഡ് ഫിനാലയുടെ സെക്കൻഡ് സ്റ്റേജിൽ 2 റൗണ്ട്സ് ആണുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ സ്പെഷ്യൽ, അതായത് മാസ്റ്റേഴ്സ് റൗണ്ട് ആണ്. രണ്ടാമത്തേത് എവർഗ്രീൻ റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഹൃദയ സംഗീത വിരുന്നിന്, ആലാപന വിരുന്നിനാൽ ചാരുത പകർന്ന നമ്മുടെ സ്വന്തം സൂര്യന് ഫിനാലെ വേദിയിലേക്ക് സ്വാഗതം. ഇതുവരെ എത്തിയത്. ഇനി അങ്ങോട്ടുള്ള യാത്ര ആരുടെ കയ്യിലിരിക്കുന്നു? ശംഭോ മഹാദേവത്തിൽ അല്ലേ? ഏത് പാട്ടാണ്? ഹൃദയ സരസിലെ സൂപ്പർ സോങ്. So let's welcome the mellifluous voice of Surya Mahadevan. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമേലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ.
സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ധനിമേലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ ഗുഡ് ഗുഡ് ഗുഡ്. സൂര്യ, സർ നീ നന്നായിട്ട് പാടി, താങ്ക് യു സർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ട് വളരെ. അതായത് ആ പാട്ട് എങ്ങനെയാണോ ദാസേട്ടൻ പാടിയിരിക്കുന്നത് അതേപോലെ ഒപ്പിയെടുത്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. ഈ ടാലന്റിനെ ഞാൻ നമസ്കരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മറ്റുള്ള പോർഷൻസ് നീ പാടിയത്. താങ്ക് യു സർ ഗോഡ് ഇസ് വിത്ത് യു ആൻഡ് നിന്റെ ഗുരുക്കന്മാരും നിന്റെ കൂടെ ഉണ്ട്, നമ്മളും Thank you. നിന്റെ കൂടെ. ഓക്കെ, കം ഓൺ കം ഓൺ. ഭാവന ചേച്ചി, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ 70s നോക്കുമ്പോൾ എല്ലാ പാട്ടും നല്ലതാണ്. എല്ലാം നമുക്കൊന്നും ഇത് കൊള്ളൂല ഇത് കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. അതിൽ തന്നെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഉണ്ട് എനിക്കൊക്കെ. ഇപ്പോൾ അതിലൊന്നാണിത്. പിന്നെ ഒരു വെൺചന്ദ്രലേഖ, ഒരു അപ്സര സ്ത്രീ എന്നൊരു പാട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണിത്. അപ്പോൾ താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. വളരെ നന്നായിട്ട് പാടി, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ആൻഡ് ഈ ഒരു 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 എന്താ പറയുക, ഈ ഒരു ഫേസില്ലേ എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന അതൊരു ഭയങ്കര വലിയ ഒരു കഴിവാണ് കേട്ടോ. അതായത് ഒരു നല്ല കഴിവാണത്. ഐ എം സോ ഹാപ്പി ഫോർ യു. ഗോഡ് ബ്ലെസ് യു. എപ്പോഴും ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. സാർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സാറ് പിഷാരടി ചേച്ചിൻ്റെ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആങ്കർ ആയിട്ടുള്ള പിഷാരടി ചേട്ടനാണോ ഡയറക്ടറായിട്ടുള്ള പിഷാരടി ചേട്ടനാണോ സാറിന് ഇഷ്ടം? ഇപ്പൊ രണ്ടും ഇഷ്ടമല്ല എന്ന് പറയിച്ചിട്ട് ഓണമായിട്ട് എന്നെ ഇതാക്കാനുള്ള പ്ലാനാണ്. അല്ല, ആങ്കറായിട്ടുള്ള പിഷാരടി ചേട്ടനേക്കാൾ നല്ലതാണല്ലോ ഡയറക്ടറായിട്ടുള്ള പിഷാരടി ചേട്ടനേക്കാൾ നല്ലതാണല്ലോ ആങ്കറായിട്ടുള്ള പിഷാരടി ചേട്ടനേക്കാൾ നല്ലതാണല്ലോ ഡയറക്ടറായിട്ടുള്ള പിഷാരടി നല്ലതാണല്ലോ. ഓക്കെ, അതായത് ഇത് നല്ലതാണല്ലോക്കകത്ത് വേറെ സംഭവമുണ്ട്. അതായത് ഈ ബോയിങ്ങിന്റെ ഒറിജിനൽ, ഈ ഒറിജിനലിൽ 2 ഹീറോസ് ഉണ്ട് ഇതേപോലെ തന്നെ. ടോണി കർട്ടസ്, ജെറി ലൂയിസ്. അറിഞ്ഞിരുന്നില്ല. അപ്പോ ഇവര് രണ്ടുപേരുടെയും കൂടെ പേര് ഈ സിനിമയിൽ എഴുതി കാണിക്കുമ്പോൾ ആരുടെ പേര് ആദ്യം എഴുതി കാണിക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നു. രണ്ടുപേര്, എന്റെ പേര് ഫസ്റ്റ് കാണിക്കണം അല്ലെ മറ്റേ നടന്റെ പേര് ഫസ്റ്റ് കാണിക്കണം എന്ന് പറയുന്നതിൽ ഈ 2 നടന്മാരും അന്ന് ഇംഗ്ലീഷിലെ വലിയ നടന്മാരാണ്. വലിയ കൺഫ്യൂഷനായിട്ട് എന്ത് ചെയ്യണം എന്ന് ആകെ കൺഫ്യൂഷനായിട്ട് ആ സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പം ഒരു വിമാനത്തിന്റെ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചക്രത്തിലോട്ട് ഈ പേര് വന്ന് വീണിട്ട് രണ്ടും കൂടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകൊണ്ട് ആരാ ഫസ്റ്റ് ആരാ സെക്കൻഡ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലല്ലോ. അതുപോലെയാണല്ലോ ഇതുപോലെയാണല്ലോ ഇപ്പൊ പറഞ്ഞതുപോലെ അല്ലേ? രണ്ടും ഓക്കെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു മതി. അപ്പൊ സൂര്യ സർ, കാവിലെ അടുത്ത പാട്ട് മത്സരത്തിന് നോക്കാം. ഓക്കെ, ബൈ. അത്ഭുത വരദാനമല്ലാതെ മറ്റെന്താണ് നമ്മുടെ റിച്ചുകുട്ടൻ? ഗാനമധുരം കൊണ്ട് മനം കവരാൻ ഫിനാലെ വേദിയിലെത്തുന്നു ഋതുരാജ്. വെൽക്കം റിച്ചുകുട്ടൻ ഓൺ സ്റ്റേജ്. ഇത്രേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞ പോലെ പൊടിടപ്പീടെ അത്രേ ഉള്ളൂ. ഇവിടെ ആർക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ആർക്കറിയാം? അറിയാം? ചേച്ചി, ഭാവന ചേച്ചി അറിഞ്ഞോട്ടെ. ആർക്കെങ്കിലും അറിയാം ഹിന്ദി? എനിക്കറിയാം. കുച്ച് കുച്ച് ഹോത്താ ഹൈ. ഹിന്ദി അറിയും. അറിയാം. എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പൊ അവനായിട്ട് സംസാരിക്കും. അവൻ ഹിന്ദി പണ്ഡിതനാണ്. क्या बोलने का है? तुम्हें कितने आता है उतना बोलो. मुझे देर सारा हिंदी आता है, आप बताओ. मुझे भी. मुझे तो कुछ बताओ. क्या बताने? फिर मुझसे क्यों पूछा? आप बोला था ना. पाली कल्ला ഇല്ല, പറഞ്ഞോ, ബാക്കി പറഞ്ഞോ, നമുക്ക് आप കിട്ടും. बोला है ना आपको हिंदी आता है. हिंदी आता है? किसने बोला मुझे नहीं आता है? बोला आता है. आता है तो इसलिए पूछो मैंने कुछ. बोला वो हिंदी बोलो. हिंदी बोलने के लिए कुछ पूछो. क्या बोलेंगे? कुछ पूछे तो हिंदी क्या बोलेगा. पूछूं? पूछो, आप ही पूछो. आपको क्या पूछना है तो वो पूछो. എടാ, പൂച്ചയുടെ पता കാര്യം नहीं क्या पूछना है.
आपको हिंदी इतना अच्छा कैसे बता रहा है? मुझे कार्टून देखना चाहिए। ഡോറേമോൻ क्या कहाँ से आप കാർട്ടൂൺ കണ്ടിട്ടാണ് ഇത്ര ഹിന്ദി ഡോറേമോൻ പഠിച്ചിരിക്കുന്നത്. ഡോറേമോൻ കാർട്ടൂൺ കണ്ടിട്ടാണോ? മീനാക്ഷി ചേച്ചിനോട് കുറച്ച് ചോദിച്ചു നോക്ക്. മീനാക്ഷി ചേച്ചി ഉത്തരം പറയുന്നു. ആ ഞാൻ കല്യാണം കഴിച്ചതാ ഹിന്ദി പഠിച്ചത്. ഞാൻ കല്യാണം കഴിച്ചത്. അതെങ്ങനെയാ? എന്റെ ഭാര്യ പൂനെന്നല്ലേ. ഗാന ഗാന ചമ്പാതി ഞാൻ എന്ത് പാടുപെട്ട് പഠിച്ചു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓട്ടം കണ്ടിട്ട് ഭാവനെ നോക്കുന്നുണ്ട്. അതെന്താടാ? അവന് നമ്മളെ സ്ഥിര ആൾക്കാരോട് മിണ്ടാൻ അത്ര താല്പര്യം ഇല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? പിന്നെന്താ? ക്ലിയർ ആയിട്ട് കാണുന്നില്ല ദൂരത്ത് നിന്ന്. ദൂരത്തിരിക്കുന്നോണ്ട് ക്ലിയർ ആയിട്ട് നീ കാണാൻ പറ്റും. നീ ഒന്ന് അടുത്ത് കണ്ടിട്ട് പോരെ, ഒന്നും പറയൂല. ഒന്ന് അടുത്ത് ചെന്ന് കണ്ടിട്ട് വന്നോ. മാന്തും നേരത്തെ ഒരു കുട്ടിയെ മാന്തിട്ടോ? മാന്തും ഇല്ല കേട്ടോ, ഞാൻ വാങ്ങിയിട്ടില്ല. അടുത്തൊന്ന് കണ്ടോ? അടുത്ത് കണ്ടില്ലേ? കണ്ടു കണ്ടു. സുന്ദരി ചേച്ചിയല്ലേ? ഇത് ആദ്യമേ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ചോദിച്ചതിനെല്ലാം അവൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേനെ, പറഞ്ഞേനെ. ശരിയാ. അവൻ ഇത് ആരാ പുതിയ ഒരാൾ കസേരയിട്ടിരിക്കുന്നു, എന്തൊന്നും പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ സംഗതി ക്ലിയർ ആയില്ലേ? ആ കിളിയാ, ഓ ഏത് പാട്ടാ നീ പാടുന്നത്? മകളെ പാതി മലരെ. നീ ഇത്ര സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ വളയവായോടെ മളകെ പാതി മകളെ പാതി മലരെ. മളകെ പാതി മരലേന്നാ. ഈ പാട്ടാണോ? മകളെ പാതി ആ മലരെ. ഓക്കെ ഓക്കെ. മകളെ പാതി മലരേ. അതല്ല അതല്ലല്ലേ, വേറെയാ. ഞങ്ങളെല്ലാം തല തിരിഞ്ഞു പോയി കേട്ടോ ഇപ്പോഴും. ശരി, തട്ടടേ. അപ്പുറം ചൂസ് ഓൾ ദ ബെസ്റ്റ്. മകളെ പാതി മലരെ മനസ്സിലെറിയുന്നു
സബാഷ് സബാഷ്. റിച്ചുകുട്ടാ, എന്ത് പാടാ തകർത്തല്ല നീ. സാധാരണ തകർക്കുന്നെന്ന് പറഞ്ഞ ഒരു ഇരുമ്പൻ തകർപ്പാണ്. അതായത് അങ്ങ് ആണിയിട്ട് അടിച്ചുറപ്പിക്കുന്ന പോലെ പാടുന്നത്. നീ ചില സ്ഥലങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി. ഭാവനയൊക്കെ അവിടെ നിന്ന് ഭയങ്കര ഒരു ഫീലിംഗ് ആയി പോയെന്ന് തോന്നുന്നു അല്ലേ? എന്ത് പറയുന്നു ഭാവന? അല്ലെങ്കിൽ എനിക്ക് ഈ പാട്ടൊക്കെ ഭയങ്കര വിഷമാണ്, കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവും ഞാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ടൈനി ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി ഇത് പാടുമ്പോൾ കുറേയും കൂടി എനിക്ക് വിഷമം വന്നിട്ട് എന്തിനാ വിഷമം വന്നത് എനിക്കറിയില്ല. ഭയങ്കര വിഷമം വരും, ഭയങ്കര ഇമോഷണൽ ആയി ഞാൻ. അതെ അതെ. എങ്ങനെ പാടി മോൻ? അസലായിട്ട് പാടി. എനിക്ക് മോൻ എത്ര വയസ്സായി? 8 വയസ്സ്. കള്ളം പറയാ. പക്ഷെ എനിക്ക് 8 തുടങ്ങി കള്ളത്തരം പറയാ. 7 ആയല്ലോ അവന്. 7 കഴിഞ്ഞതേ ഉള്ളൂ. 7 വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ 8 തുടങ്ങി വന്ന് ആവാറായി. 8 തുടങ്ങി വന്ന് ആവാറായി. ഓക്കെ. മോന് തന്നെ അറിയില്ല. ഐ എം ഷുവർ മോന് തന്നെ അറിയില്ല മോൻ എത്ര ടാലന്റഡ് ആണ് എന്നുള്ളത്. ഇത് കുറെ കാലം കഴിയുമ്പോൾ കുറേം കൂടിയൊക്കെ വലുതാവുമ്പോൾ ആദ്യം ഇതൊക്കെ ഇട്ട് കാണുമ്പോൾ എനിക്ക് തോന്നെ അപ്പം മോന് തന്നെ ഭയങ്കര അത്ഭുതമായിരിക്കും. ഇത്ര കൊച്ചു കുട്ടിയായിരിക്കും ഇങ്ങനെ പാടിയോ എന്നുള്ളത്. ഐ എം ഷുവർ യുവർ പേരൻസ് മസ്റ്റ് ബി വെരി വെരി പ്രൗഡ്. നന്നായിട്ട് പാടി. താങ്ക് യു. നീ അസാധ്യമായിട്ട് പാടി. താങ്ക് യു. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഇവൻ്റെ ഓരോ പെർഫോമൻസും കാണുന്നത് വലിയ അത്ഭുതത്തോടുകൂടിയാണ്. എനിക്ക് ഒരിക്കലും ഇവനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറയും അവൻ അത്ഭുതമാണ്, ഈശ്വരനെ മുന്നിൽ കാണുന്ന പോലെ. അത് സത്യമാണ്. എനിക്ക് പ്രേക്ഷകരോടാണ് ചോദിക്കാനുള്ളത്. ഈ 8 വയസ്സ് ജസ്റ്റ് തികഞ്ഞിട്ടുള്ള ഈ നമ്മുടെ കുഞ്ഞൻ, നമ്മുടെ കിളിയൻ, അവൻ ഇത് പാടിയിരിക്കുന്നത് അതിന് അത്ഭുതം എന്ന് പറഞ്ഞാൽ ചില ഏരിയാസൊക്കെ എത്രയോ വർഷങ്ങൾ പാടി തെളിഞ്ഞ പാട്ടുകാർക്ക് പോലും കൊണ്ടുവരാൻ പറ്റാത്ത ചില ഭാവത്തിൻ്റെ സാധ്യതകൾ അവന് സാധിക്കുന്നു. ഹൗ ഇറ്റ് ഇസ് പോസിബിൾ? അതിന് കാരണം അവൻ ജീനിയസ് ആയതുകൊണ്ട് തന്നെയാണ്. റിച്ചു, मैं कुछ हिंदी में बताऊं? बोलो बोलो बोलो. मिले सुर मेरा तुम्हारा, सुर बने हमारा. ओके, मिले सुर मेरा तुम्हारा, सुर बने हमारा. നീ ഇവിടെ ഒന്നും അല്ലേടെ, പോടാ. അവന് തല ചൊറിയുന്നു, പുറം ചൊറിയുന്നു. അവന്റെ തല ചൊറിയലല്ല, പോടാ അവിടുന്ന്. ഇവന്റെ തലയിൽ പേൻ വന്ന വീഗാലാൻഡി ഊർന്നു പോകുന്ന പോലെ. അവിടെ ചെന്നിട്ട് കളിക്കാൻ ഉറങ്ങാനൊന്നും. അതിനാണ് ഇതൊക്കെ. ഞാൻ ഉറങ്ങാനൊന്നും അഭിനയിച്ചില്ല, വെറുതെ ചോദിച്ചതാ സിന്ധാന്റിനോട്. ഓ, സ്വരവിഹായസിലെ വെൺമേഘങ്ങൾ പോലെ ടോപ്പ് സിംഗറിന്റെ വിശ്വസംഗീത വിരുന്നിൽ പാറിപ്പറക്കാനെത്തുന്നു നമ്മുടെ സീത പക്ഷി. വെൽക്കം സീത ലക്ഷ്മി ഓൺ സ്റ്റേജ്. സീതൂസ്, എന്തോ ഏത് പാട്ടാ മോളെ പാടുന്നത്? രാജഹംസമേ മഴവിൽക്കൊടി. സൂപ്പർ.
സീത, എന്തോ what a singer you are. യെസ്. What a singer. I just loved it, the way you sang, you know? അതിൻ്റെ എക്സ്പ്രഷൻസ്, സസ്റ്റെയിൻസിൽ കൊടുത്ത് ക്രസൻഡോ, പിന്നെ അനുപല്ലവി ചരണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇമോഷൻസ്. ആ മാസ്റ്റർ അല്ലേ അത് ചെയ്തിരിക്കുന്നത്, ജോൺ സേട്ടൻ. നല്ല ഫീലുണ്ടായിരുന്നു. ഇത് ഭരതേട്ടൻ്റെ, ഭരതൻ എന്ന് പറഞ്ഞ നമുക്കൊരു സംവിധായകനുണ്ടായിരുന്നു മലയാളത്തിൽ. ഏറ്റവും നല്ല സംവിധായകരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഭരതേട്ടൻ. ഭരതേട്ടൻ്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിത്രകാരനാണ്, കലാസംവിധായകനായിട്ടാണ് സിനിമയിൽ വന്നത്. അപ്പോൾ അദ്ദേഹം സിനിമ ഡയറക്ഷൻ തുടങ്ങിയപ്പം ഈ സീനെല്ലാം വായിച്ചിട്ട് അദ്ദേഹം തന്നെ വരയ്ക്കും. ഈ സീൻ എങ്ങനെ ഇരിക്കണം, എന്തെല്ലാം പ്രോപ്പർട്ടീസ് വേണം, ഈ സീൻ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ എവിടെ നിൽക്കണം അല്ലെങ്കിൽ ചന്ദ്രൻ എവിടെ നിൽക്കണം, ഇങ്ങനെ എല്ലാം വരച്ച് ഹൃദയസ്ഥമാക്കിയാണ്. അതുകൊണ്ടാണ് ഭരതേട്ടൻ്റെ സിനിമകൾ ഒരു പെയിൻറ്റിങ് പോലെയാണ്. ഭരതേട്ടൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി എല്ലാവരും കൊതിക്കും. കാര്യം അത്രമാത്രം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഈ പടം ചമയം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ രണ്ട് മുഖങ്ങളാണ് വരുന്നത്. ഒന്ന് ഭരതേട്ടൻ്റെയും ഒന്ന് മുരളിച്ചേട്ടൻ്റെയും. മുരളിച്ചേട്ടനും ഇതേപോലെ കഥാപാത്രമായിട്ട് വളരെ താതാത്മ്യം പ്രാപിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു കടപ്പുറത്തുള്ള ഒരാളാണ് നാടകം നടൻ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. അദ്ദേഹം ഇങ്ങനെ, ഇയാൾ സിനിമാ നടനല്ലല്ലോ, ഇയാൾ ഈ പ്രദേശത്ത് എവിടെയൊക്കെയോ ഉള്ള ആളാണല്ലോ എന്ന് പറയുന്ന ആ ഒരു ലളിതമായിട്ടുള്ള ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മെയ്ഡപ്പ് അല്ല. അദ്ദേഹം ആ അങ്ങനെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാളാണ് ശ്രീ ഭരതൻ. വളരെ സന്തോഷം, നന്നായിരുന്നു. സീതക്കുട്ടി, എന്തോ ഈ 10ാം ക്ലാസ്സിൻ്റെ വലിയ പ്രത്യേകത ഉണ്ട്. ഈ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളോട് നീ 8 പാസ്സായതാണോ, 7 പാസ്സായിട്ടുണ്ടോ, 2ാം ക്ലാസ് പാസ്സായതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം 10ൻ്റെ സർട്ടിഫിക്കറ്റ് ആകുന്നതോടുകൂടി ഇതിന് മുമ്പുള്ള എല്ലാം പാസ്സായി എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു പാട്ടുകാരി പല മത്സരങ്ങളിലും അല്ലാതെ ഇല്ലാതായിട്ട് ഈ പാട്ട് ഏകദേശം തെറ്റാതെ കൃത്യമായിട്ട് പാടുന്നതോടുകൂടി വേറെ കുറേ പാട്ടുകൾ പിന്നെ പാടുന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സവാഷ് അല്ലേ? ആ പാട്ടുകളെല്ലാം പിന്നെ ഈ കൊച്ചു ഉറപ്പായിട്ട് ഇത് തെറ്റാ പാടിയ ബാക്കി പാട്ട് പാടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു പാട്ടാണ് ഇത്. ഇത്തിരി പാടുള്ള പാട്ടാണ്. പലരും പാടുന്ന പാട്ടാണ്, പക്ഷെ എല്ലാവരും പെർഫെക്റ്റായിട്ട് പാടിക്കൊള്ളാൻ നിർബന്ധമില്ല. ഹിറ്റായതുകൊണ്ട് പലരും പാടും. ഇവരെല്ലാം പറഞ്ഞു കേട്ടത് വെച്ച് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ പാടി എന്നുള്ളതാണ്. അടുത്ത റൗണ്ടുകളിലേക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഗംഭീര പാട്ടുകാരിയാണ്. ഈ കൂട്ടത്തിലുള്ള പാട്ടുകാരിലെല്ലാവരും ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ടുകാരിയാണ്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. സീത, ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ ഒരു മൂവിയിൽ വരുന്ന വിഷ്വൽസിനേക്കാളും നമുക്ക് ചിത്ര ചേച്ചിയുടെ ഫേസാണ് മുന്നിലേക്ക് വരിക. ചിത്ര ചേച്ചി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഹാർഡ് കോർ ഫാൻസാണ് ചിത്ര ചേച്ചിയുടെ. അതായത് എൻ്റെ അമ്മ പറയും, എൻ്റെ അമ്മയും വളരെ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ചേച്ചി വലിയമ്മ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷന് ചിത്ര ചേച്ചി വരികയാണ്. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല ഇതാണ് KS ചിത്ര എന്നുള്ളത് അറിയില്ല. അന്നൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചിത്ര ചേച്ചി അവിടെ അന്ന് പാടിയ പാട്ട് എന്ന് പറയുന്നത് മറ്റേ ചെമ്പരത്തി പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടു എന്നുള്ള ഒരു പാട്ടാണ്. അപ്പൊ അമ്മ എൻ്റെ എങ്ങനെയാ പാട്ട്? അയ്യോ വേണ്ട, അല്ല ചോദിച്ചേ. ചെമ്പരത്തി പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ, അത്ര എനിക്കറിയുള്ളൂ. അപ്പോൾ ആ പാട്ട് അപ്പോൾ അമ്മ പറയാണ്. അപ്പം അന്ന് ഇവർ ചിത്ര ചേച്ചി വന്ന് ചെറുതാണ്. അപ്പോൾ ചിത്ര ചേച്ചി പാടുമ്പോൾ അമ്മ മനസ്സിൽ വിചാരിക്കുക, ആരാണ് ഇവര് സിനിമയിൽ കേൾക്കുന്ന അതേപോലെയാണല്ലോ പാടുന്നത്, ഏതാണ് ഇവര്? അമ്മ പറയാം, എനിക്കിങ്ങനെ കേട്ടിട്ട് ഇത് ഇങ്ങനെ പാടുന്നത്, സിനിമയിൽ കേൾക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. പിന്നീടാണ് അമ്മയ്ക്ക് മനസ്സിലായത് അത് തന്നെയാണ് KS ചിത്ര, അവർ തന്നെയാണ് സിനിമയിൽ പാടിയത്. അപ്പം അമ്മ എപ്പോഴും എൻ്റെ അടുത്തത് പറയും, ഞാൻ ചിത്രേനെ ഫസ്റ്റ് കണ്ടത് ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ചിത്രേച്ചിയുടെ അടുത്തത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തലമുറകളായി ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ഒരു ചിത്ര ചേച്ചി ഫാൻസാണ്. ചിത്ര ചേച്ചി എന്ന് വെച്ചാൽ ഹാർഡ് കോർ ഫാൻസാണ്. അപ്പോൾ ഈ ഒരു പാട്ട് മോളിവിടെ പാടിയതിന് ഫസ്റ്റ് തന്നെ താങ്ക് യു. നേരത്തെ കുട്ടിയുടെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനെ വേറെ ആർക്കും ഇത് കുട്ടി നന്നായി പാടിയല്ലോ എന്നുള്ളത് തോന്നുന്നു. അങ്ങനത്തെ ഒരാളാണ് ഞാനും. മോള് അസലായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്.